ഹലോ ഗായ്സ്, ഇന്ന് ചായക്ക് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണ് കേട്ടോ. ഇങ്ങനെ മൈദാനും പഴത്തിനും ഒരുമിച്ച് കാണൽ കുറവാണ് കേട്ടോ. ഇന്ന് കണ്ടപ്പോൾ എന്തുകൊണ്ട് ഒരു പഴംപൊരി ഉണ്ടാക്കി കൂടാന്ന് കുറേ ദിവസമായിട്ട് ഞാൻ മേടിച്ച് വെച്ചൊരു പാക്കറ്റ് കോൺഫ്ലവർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കൂടി ഇത്തിരി എടുത്ത് നമ്മൾ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് അത് ഉപയോഗിച്ചു. അല്ലെങ്കിൽ അതും ഞാൻ ഇടില്ല. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. നല്ലോണം മിക്സ് ചെയ്താലാണ് സോഫ്റ്റ് ആവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നല്ലപോലെ അങ്ങോട്ട് മിക്സ്, അങ്ങനെ ആ ഒരു മിക്സിങ് കഴിഞ്ഞാൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചുമ്മാ ഒരു കളറിന് ഇത്തിരി ഇട്ടിട്ടുള്ളൂ, അതും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് 2 മിനിറ്റ് അത് മിക്സ് ആവാൻ വേണ്ടി കുറച്ച് സമയം കൊടുക്കുക. ശേഷം ഞാൻ എൻ്റെ കോൺഫ്ലവറിനെ ഒരു ഡപ്പയിലാക്കി. പിന്നെ അത് കോൺഫ്ലവർ ആണെന്ന് എനിക്കൊരു ഓർമ്മയും ഉണ്ടാവില്ല, എല്ലാ ഡപ്പകളും ഒരേപോലെ അല്ല ഇരിക്കണം. അപ്പം ഞാനതിൽ കോൺഫ്ലവർ എഴുതിയിട്ട് വലിയ ഇതിൽ ഒരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ച് വെച്ചു. പിന്നെ ഞാൻ അതേപോലെ ഒരു ഡപ്പയും കൂടെ എടുത്തിട്ട് ഒരു പാക്കറ്റ് മൈദയും കൂടെ അതിൽ പൊട്ടിച്ച് ഇട്ടു. പിന്നെ അതിൽ മൈദ എന്നും കൂടെ ഒട്ടിച്ചു. എന്നെ പോലെയുള്ള ബുദ്ധിരാക്ഷസികൾക്ക് ഇത് നല്ലൊരു മെസ്സേജാണ്. അങ്ങനെ അത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ പഴം എടുത്ത് മുറിക്കുക. പഴത്തിന് തീരെ ഒരു മയയില്ല കേട്ടോ. പഴുത്ത് വരണേ ഉള്ളൂ തോന്നുന്നു. തോടൊക്കെ കണ്ടില്ലേ അടർന്ന് വരണേ, ഒരു സുഖമില്ലാത്ത ഒരു നേന്ത്രപ്പഴം മൊത്തം ഞാൻ എടുത്തിട്ട് ഇങ്ങനെ വലിയ സ്ലൈസ് ആയിട്ടൊന്നല്ല എങ്കിലും കനം കുറയണ രീതിക്ക് ഞാൻ ഇങ്ങനെ മുറിച്ചെടുത്തു. അരിപ്പൊടി ഇരിക്കണ കാര്യം ഞാൻ പിന്നാട്ടോ ഓർത്തത്. എന്നാ പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി ഇടാന്ന് വിചാരിച്ചേ ഒരു പാൻ എടുത്തിട്ട് ഞാൻ അതിൽ നല്ലപോലെ എണ്ണ ഒഴിച്ചു കൊടുത്തു. ആ അരിഞ്ഞു വെച്ച പഴത്തിനെ ഞാൻ ആ മാവിൽ ഇങ്ങോട്ട് മുക്കിയിട്ട് നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് അങ്ങോട്ട് പിടിച്ച് കൊള്ളാവുന്ന രീതിക്ക് അങ്ങോട്ട് നിറച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഒരു 4-5 പീസോളം ഞാൻ രാവിലെ പാല് കിട്ടിയപ്പോൾ അത് കാച്ചാളം മടിക്ക് നേരെ കൊണ്ട് ഫ്രീസറിൽ വെച്ചു കേട്ടോ. പിന്നെ വൈകുന്നേരം ചായ എടുക്കേണ്ട നേരെ ആയപ്പോഴാണ് ഓർമ്മ വന്നത്. തട്ടിയിട്ടും മുട്ടിയിട്ടും എങ്ങനെ നോക്കിയിട്ട് വരാണ്ടായപ്പോൾ ഞാൻ ആ പാത്രം അങ്ങോട്ട് കമഴ്ത്തി വെച്ചിട്ട് ചായ പാത്രത്തിലേക്ക് കേട്ടോ കമഴ്ത്തി വെച്ചിട്ട് പിന്നെ ഞാൻ സ്റ്റവ് ഒന്ന് ഓൺ ചെയ്തു. എന്നോട് കളിക്കാൻ പറ്റില്ല മക്കളെ. അത് കഴിഞ്ഞപ്പോൾ ഏലക്കായ ഇട്ട ചായ കുടിക്കാനായിരുന്നു കേട്ടോ ഒരാഗ്രഹം. അപ്പോൾ വേഗം പോയിട്ട് ഒരു ഏലക്കായ എടുത്ത് ചതച്ച് ആ ചായയിലേക്ക് അങ്ങോട്ട് ഇട്ടു കേട്ടോ. ചായ സെറ്റായി വരുമ്പോഴേക്കും നമ്മുടെ പഴംപൊരി തയ്യാർ. അങ്ങനെ ഞാൻ ആ പഴംപൊരി താലായിട്ട് എടുത്തിട്ട് നടക്കുകയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കഴിയുമ്പോഴേക്കും നമ്മുടെ ചായ സെറ്റായിട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട്, ഏലക്കായയുടെ മണമായിരുന്നു കേട്ടോ. അപ്പം അതും കൂടെ ഞാനൊന്ന് അരിച്ചെടുത്ത ചായയാണ് കേട്ടോ അതിലേക്ക് ഒഴിക്കണത്. നീരവിന് ചൂടാടാൻ വേണ്ടി വേറെ പാത്രത്തിൽ ഞാൻ നമ്മൾ 3 പേരിനെ ഒരുമിച്ച് അങ്ങോട്ട് വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇനി കഴിക്കാൻ പോവാം. അങ്ങനെ മണപ്പിച്ചുകൊണ്ടെങ്കിൽ അധികം ഒന്നും കഴിച്ചില്ല കേട്ടോ. നല്ലൊരു മയ ഉണ്ടായിരുന്നേ. കുറച്ച് നേരം അത് വെച്ച് കളിച്ചിട്ട് പിന്നെ നമ്മൾ മേല് കഴുകി നാമം ചൊല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.